ഹലോ, അതെ ശ്രീ ജലീൽ പുനരൂർ, അങ്ങേടാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഞാനടക്കമുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങിയതോ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ അകറ്റി നിർത്തിയതോ ഇന്നോ ഇന്നലെയോ അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധന സംഘടനയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 10-15,000 മദ്രസകളുണ്ട്. ആ മദ്രസയിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിം കുട്ടികളും പഠിച്ചു വളർന്നിട്ടുള്ളത്. അതിൽ വളരെ കുട്ടിക്കാലത്ത് 6-7 വയസ്സുള്ള കാലത്ത് തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പുത്തൻ ആശയക്കാർ അപകടകാരികളാണ്, അവരെ കണ്ടാൽ സലാം പറയരുത്, അവർ മരിച്ചാൽ മയ്യത്ത് പോലും നിസ്കരിക്കരുത്. അത്രത്തോളം നിഷിദ്ധമായ നിലയിൽ കേരളീയ മുസ്ലിം സമൂഹം അകറ്റി നിർത്തിയ ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് BJPക്ക് പഠിക്കാൻ അവസരം കിട്ടിയത് 6 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ 56 50 വർഷം നിങ്ങൾക്ക് വേണ്ടി വന്നു. കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ അരനൂറ്റാണ്ട് മുമ്പ് കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തിനോട് എനിക്ക് പറയുവാനുള്ളത്, ഈ മതവർഗീയതയെ സംബന്ധിച്ച്, വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം എന്നുള്ളതിനെ സംബന്ധിച്ച് അതിന് മതമില്ല. ഒരു മതത്തിൻ്റെയും മതദർശനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. എല്ലാ മത തീവ്രവാദികളും മനുഷ്യത്വരഹിതരാണ്, ഹീനമായ പ്രവൃത്തികളുടെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരക്കാരോട് പറയുവാനുള്ളത്, അത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആയാലും വേറെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആയാലും താലിബാൻ ആയാലും നൈജീരിയയിലെ ബൊക്കാഹോമായാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും BJP ആയാലും പാവനമായ മതദർശനങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ പിന്നെ ഇവിടെ പറയുവാനുള്ളത്, ഇത് തന്നെയാണ് പ്രശ്നം ശ്രീ ജലീൽ, ഇത് തന്നെയാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. ഈ പറയുന്നൊരു ബാലൻസിംഗ് ഉണ്ടല്ലോ, ഏത് ഈ ഒരു ബാലൻസിംഗ് ഉണ്ടല്ലോ, എത്ര കാലം ഈ ബാലൻസിംഗ് കൊണ്ട് നടക്കുന്നത്? എത്ര കാലം? ഞാൻ എന്നോട് ചിരിച്ചു പോയതാണ്, അതൊരു ഗതികേടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി പറയുമ്പോൾ, പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ, ബoko ഹറാമിനെ പറ്റി പറയുമ്പോൾ, അൽ ഖ്വയ്ദയെ പറ്റി പറയുമ്പോൾ, ശ്രീ ജലീൽ അവിടെ ഈ തിരികെ കയറ്റുന്നുണ്ടല്ലോ BJP. മറ്റൊരു പകർപ്പാണ് RSSഉം വിശ്വ ഹിന്ദു പരിഷത്തും എന്നുള്ളത്. അല്ല, എന്താണ് ഇതിന്റെ ഒരു പെരിമീറ്റർ? എന്താണ് ഒന്ന് മനസ്സിലാക്കോ, ഒന്ന് പറഞ്ഞു തരൂ, ഇതിന്റെ പെരിമീറ്റർ എന്താണ് ശ്രീ ജലീൽ? സഹോദര, ജയ് ശ്രീറാം വിളിക്കാത്തതിന്റെ പേരിൽ പച്ചയായി തല്ലിക്കൊല്ലുന്ന ഇന്ത്യയിലെ അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മുസ്ലിം മത തീവ്രവാദികൾക്കുള്ളത്. ഗ്രഹാം സ്റ്റെയിൻലേനും 2 പിഞ്ചു മക്കളെയും വാഹനത്തിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്റംഗിന്റെയും അതേ വികാരമാണ് ബംഗ്ലാദേശിലെ മത തീവ്രവാദികൾക്കുള്ളത്. ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞോ ശ്രീ ജലീൽ? അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. BJP നേതാവ് എത്ര തന്ത്രപൂർവ്വമാണ് വഴിതിരിച്ചു വിടുന്നത്. ഇന്ത്യയിലെ കേരളത്തിലിരിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രതികരണം അവിടെ ഇരിക്കട്ടെ, BJP എന്ത് പ്രതികരിച്ചു? കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ത് പ്രതികരിച്ചു? പ്രധാനമന്ത്രി എന്ത് പ്രതികരിച്ചു? അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ, അദ്ദേഹം യജമാനേക്കാൾ രാജഭക്തി കാട്ടിക്കൊണ്ട് പറയുന്നു, മോഡി സർക്കാർ അതിർത്തി കടന്ന് ഇടപെടാത്തതിൽ ഞാൻ കുണ്ഠിതനാണ്. പൊന്നു സഹോദര, അതൊരു അയൽ രാജ്യമാണ്, സഹോദര രാജ്യമാണ്. ആ രാജ്യത്തെ ഇടപെടലുകൾക്ക് ഏതൊരു സർക്കാരിനും പരിമിതിയുണ്ട്. അന്യ അയൽ രാജ്യത്ത് നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇടപെടുന്നതിന് മോഡി സർക്കാരിനും രാജ്നാഥ് സിംഗിനും അതേ ഇടപെടൽ, അതേ പരിമിതി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് താങ്കൾ ഇതല്ലോ പറഞ്ഞേ. അന്ന് എവിടെ പോയി ഈ സാധനം? എങ്ങനെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ അയച്ചപ്പോ ഇതായിരുന്നില്ലല്ലോ പറഞ്ഞേ? അല്ല, പാലസ്തീൻ ഒരു മുസ്ലിം വിഷയമാണെന്ന് താങ്കൾ പറയുന്നെങ്കിൽ മുസ്ലിം വിഷയമായിട്ടല്ല കാണുന്നത്. പലസ്തീൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും ഒടുവിലെ ഐക്യരാഷ്ട്ര സഭയിൽ പോലും വോട്ട് ചെയ്ത രാജ്യമാണ് ഇന്ത്യ. BJP ഭരിക്കുന്ന ഇന്ത്യ. നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീണ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പലസ്തീനിലെ ക്രിസ്ത്യാനികളും പലസ്തീനിലെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ഒന്നിച്ചൊന്നായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുന്നത്.
ഒരു നിമിഷം അതിന് മറുപടി വേണം. യെസ്, ശ്രീ ആരിഫ്. ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ മുസ്ലിങ്ങൾ പ്രതികരിച്ചില്ല എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞു? ഞാൻ ഏതായാലും പറഞ്ഞു. ഞാൻ ഇവിടെ ആരും പറഞ്ഞിട്ട് ഞാനും പറഞ്ഞില്ല. അത് നീലക്കുറുക്കൻ അറിയാണ്ടെങ്കിൽ കൂവിയതാ, വേറെ കുഴപ്പമൊന്നുമല്ല. ഇതാണ് പ്രശ്നം. അപ്പൊ ഈ വർഗീയത കൊണ്ടുനടക്കുന്ന ആരാണ്? ഞങ്ങൾ ആരും പറഞ്ഞില്ല മുസ്ലിം. റിവൈൻഡ് ചെയ്ത് കേട്ടാലും കേട്ടാലും താങ്കൾക്ക് മനസ്സിലാവില്ല, കാരണം ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് അറിയാതെ. മറ്റുള്ളവരെ കളവാണ് പറയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ BJP നേതാവിന് ധാക്കയിൽ നടന്ന CPM സമരത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഇത് കഴിഞ്ഞ് ഞാൻ ഇട്ടുതരാം. അപ്പോ ഇവിടെ ഈ പറയുന്ന വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നേ നമ്മൾ ചോദിച്ചുള്ളൂ. നിങ്ങൾ വെനിസ്വേലയ്ക്ക് വേണ്ടി ചാടി വീഴുന്നു, നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചാടി വീഴുന്നു. അതും ഇവിടെ ഇരുന്നു കൊണ്ട് ഗാസ 10,000 കണക്കിന് അപ്പുറം കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ആ വിഷയത്തിൽ അത് ഓക്കെ ആവുകയും, ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് ബംഗ്ലാദേശിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് സുഡാനെ കുറിച്ചോ നൈജീരിയയെ കുറിച്ചോ പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ ഉടനെ ഇവിടെ മോദി ഇവിടെ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അതാദ്യം പറയുന്നിട്ട് മതി നീ നൈജീരിയയിലേക്ക് പോകണേ എന്നല്ലേ നിങ്ങൾ പറയണേ. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ട് മോദി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് അത് ശരിയല്ല, അത് അവരുടെ പരമാധികാരം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഇസ്രായേലിലേക്ക് ഇറാൻ ബോംബിട്ടപ്പോൾ മിസൈലുകൾ അയച്ച സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? അടിപൊളി എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇവിടെ ആരും മുസ്ലിങ്ങൾ എന്നോട് പ്രതികരിച്ചില്ല, ചോദിച്ചില്ല എന്നിരിക്കെ നിങ്ങൾ അതിനെ കണ്ടത് അങ്ങനെയാണ്. ഇതെന്തിന്റെ കുഴപ്പമാണ്? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാധനത്തിന്റെ കളർ പച്ചയായതിന്റെ കുഴപ്പമാണ്. ഇതേ നമ്മൾ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സാധനത്തിന്റെ കുഴപ്പം ഇതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഓക്കെ, ഇനി ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കള്ളത്തരാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇനിയെങ്കിലും തീവ്രവാദികളാകും. അതാണ് നിങ്ങളിട്ട പച്ച ജെട്ടിയുടെ അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് നിങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അത് തീവ്രവാദമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താ? ഇതൊന്നും ഇസ്ലാം അല്ല എന്നാ പറഞ്ഞത്. ഇവിടെ ജമാഅത്ത് ഇസ്ലാമി പറയുന്ന അവരുടെ ലക്ഷ്യം ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ, ദീൻ ദൈവിക വ്യവസ്ഥ നിലനിർത്തുക ആകുന്നു. അതിനുള്ള സാക്ഷാൽ പ്രേരക ശക്തിയാകട്ടെ അള്ളാഹുവിന്റെ പ്രീതിയും പരലോക വിജയവും സിദ്ധിക്കുക എന്നതും അത്രേ. അപ്പൊ എന്താണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം? ഇഖാമത്തുദ്ദീൻ ആണെന്ന് പറയുമ്പോൾ അതെന്താണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്? ബാക്കിയുള്ള ആളുകൾക്ക് അപ്പോൾ വേറെ അവരുടെ മതവിശ്വാസമൊക്കെ ആയിട്ട് എങ്ങനെ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്താണെന്നുള്ളത് ഇന്ന് കാണുന്ന സ്ഥലമാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്. അവിടെ കാഫിറുകൾക്ക് എന്താണ് എപ്പോഴൊന്നല്ല. എനിക്കധികം നിങ്ങളെ മാതിരി ഇത്ര വയസ്സൊന്നും എനിക്കായിട്ടില്ല. എനിക്ക് 10-40 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ചെയ്ത കള്ളത്തരം ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്ത കള്ളത്തരം എന്താണ്? ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ കള്ളത്തരം, ഈ പോക്കരിത്തരം എന്ന് പറയുന്ന അതാണ്. ഇവിടെ കൃത്യമായിട്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന സാധനം പറയുമ്പോൾ അവിടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ എന്താ എടുത്തു വെച്ച് വായിക്കാത്തത്? അവരവിടെ മതം പറയുമ്പോൾ അത് മതമാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അത് മതമല്ല, എന്റെ ഇസ്ലാം അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ അതിൽ നിന്ന് രക്ഷിക്കുന്ന പണിയാണ് നിങ്ങൾ എടുക്കുന്നത്. അതെന്തിനാ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. അവിടെ ഉപയോഗിക്കുന്നത് മതമാണെങ്കിൽ അത് മതമാണെന്ന് പറയാൻ കഴിയണം. ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് പീപ്പിൾ ടിൽ ദേ ടെസ്റ്റിഫൈ ദാറ്റ് ദെർ ഈസ് നോ ഗോഡ് ബട്ട് അല്ലാഹ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് വരേക്കും അവരുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ശത്രുവിനോടുള്ള യുദ്ധം എന്നല്ല ഈ പറയുന്നത്. ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു, അവിടെയുള്ള കാഫിറുകളായിട്ടുള്ള ആളുകളെ പിടിക്കുന്നു, കലിമ ചൊല്ലിക്കുന്നു, പഹൽഗാമിൽ കണ്ട എന്താണ് അത് ചെയ്യുന്നു. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ സാധനത്തെ പറയുമ്പോൾ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുന്ന പരിപാടി ഹിന്ദുക്കളെയും അവിടെയുള്ള ജൂതന്മാരെയൊക്കെ കൊന്നു തള്ളി കഴിഞ്ഞിട്ട് പിന്നീടുള്ള സാധനമാണ് ഇപ്പൊ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ജൂതന്മാരൊക്കെ എവിടെ പോയി? അവിടെ ഉണ്ടായിരുന്ന മറ്റു മതത്തിലുള്ള ആളുകൾ എവിടെ പോയി? അത് നിങ്ങൾ എന്താ പറയാത്തത്? ഈ ഞാൻ നല്ല കഞ്ഞിയല്ല കുടിക്കുന്നത്. ഞാൻ ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്ന സൗദി അറേബ്യയിലും ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിലും ഉണ്ടായിരുന്ന മറ്റു മതത്തിൽപ്പെട്ട ആളുകളെ